ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറി ആയിട്ടാണ്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കടലക്കറി ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കടല വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച കടലയാണിത്. അപ്പോൾ എന്നാലാണ് നമ്മുടെ കടല ഒന്ന് നന്നായി ഇതായിട്ട് വരുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കടല പെട്ടെന്ന് നന്നായി വെന്ത് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കടല നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല വേവിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആദ്യത്തെ വിസിലൊന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കി ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സബോള ചേർത്ത് കൊടുക്കാം, ചെറുതാക്കി അരിഞ്ഞത്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കളറ് മാറുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2-3 പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് മുളക് പൊടി എരിവിന് ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കടല ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാ മിക്സും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇതിപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് 10-15 മിനിറ്റ് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടുകും കൂടി താളിച്ചിടാവുന്നതാണ്. ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. അപ്പം കടലക്കറി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കടലക്കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.